ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം തരുന്ന നല്ല അവസരത്തിനായി, അഭിഷേകത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ സ്വർഗം തരുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷയ്ക്കകത്തേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും ഞാൻ അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വചനത്തിനകത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 6-ാം അധ്യായം 11-ാമത്തെ തിരുവെഴുത്താണ് നമ്മൾ പ്രാരംഭമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായ എഫേസ്യർ ലേഖനം 6-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ദൈവത്തിന്റെ സർവായുധ വർഗം പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ വേണ്ടിയുള്ള ഒന്നാണ് എന്നുള്ളത്. സർവായുധ വർഗത്തെ കുറിച്ച് വളരെ വ്യക്തമായ അപ്പോസ്തലൻ 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ വിഷയം അതല്ല. ഇന്ന് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പിശാചിന് എന്തുണ്ട്? തന്ത്രമുണ്ട്. ദൈവമക്കൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, പിശാചിന്റെ തന്ത്രം; രണ്ട്, എതിർത്ത് നിൽക്കുക. അതിനകത്ത് പിശാചിന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ദൈവ പൈതൽ മനസ്സിലാക്കിയാൽ മാത്രമേ, പഠിച്ചാൽ മാത്രമേ, ധ്യാനിച്ചാൽ മാത്രമേ അവനോട് എതിർത്ത് നിൽക്കുവാനായിട്ടുള്ള ശക്തി നമ്മൾക്ക് കൈവരുത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മൾ വചനത്തിൽ നിന്ന് അല്പമായി ധ്യാനിക്കുവാൻ പോകുന്നത്, ചിന്തിക്കുവാൻ പോകുന്നത് പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ചാണ്. എന്തൊക്കെയാണ് അവൻ ഒരുക്കുന്ന തന്ത്രങ്ങൾ? നമുക്കറിയാം, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോവുകയാണ് എങ്കിൽ രാജാവ് നോക്കേണ്ട ഒറ്റ കാര്യം അവന്റെ തന്ത്രം എന്താണ് എന്നുള്ളതാണ്. യുദ്ധതന്ത്രം എന്താണ് എന്ന് അറിയുവാൻ സാധിച്ചാൽ ആ യുദ്ധത്തെ വളരെ ഈസി ആയിട്ട് ജയിച്ചിട്ട് വരുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുപോലെയാണ് വിശ്വാസ ജീവിതത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിട്ട് അവൻ പോർക്കളത്തിൽ അവൻ എന്തിനു പോരാടുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിട്ട് ശത്രുവിന്റെ, പിശാചിന്റെ, സാത്താന്റെ തന്ത്രങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ അറിവുണ്ട് എങ്കിൽ അവന് വിശ്വാസ ജീവിതത്തിൽ ജയിച്ചിട്ട് ഈ പോർക്കളത്തിൽ പോർ പൊരുതി അവൻ ജയിച്ചുകൊണ്ട് അവന് വിജയാളിയായിട്ട് നിൽക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വചനങ്ങൾ, ഇന്നത്തെ വചനങ്ങൾ വളരെ അതിപ്രധാനപ്പെട്ട വചനങ്ങളാണ്. നമ്മൾ അല്പസമയം കൊണ്ട് ധ്യാനിക്കുവാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടുകൂടെ, വളരെ ഗൗരവത്തോടുകൂടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ, സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ട് ഈ ഒരു വചന സന്ദേശം കേൾക്കണമേ എന്ന് ആമുഖമായി ഞാൻ ഓർമ്മിപ്പിക്കണം. അപ്പോൾ പിശാചിന്റെ തന്ത്രം എന്താണ്? അവന്റെ ഒന്നാമത്തെ തന്ത്രം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നാം കാണുന്നതാണ്. അവന്റെ ഒന്നാമത്തെ തന്ത്രം എന്ന് പറയുന്നത് എന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നാം കാണുന്നത്, നമുക്കറിയാം, യഹോവയായ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി ഏദൻ തോട്ടത്തിനകത്ത് ആക്കിയതിനു ശേഷം അവർക്ക് അതിനകത്തുള്ള എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുത്തു. എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുത്തു. ദൈവം ഒരു കൽപ്പന മാത്രമേ പുറപ്പെടുവിച്ചിട്ടുള്ളൂ. എന്താണ് ആ കൽപ്പന? ദൈവം പറഞ്ഞിരിക്കുന്നത്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലമെല്ലാം അവർക്ക് തിന്നാം, എന്നാൽ നടുവിലത്തെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്നൊരു കൽപ്പന മാത്രം ദൈവം കൊടുത്തു. എന്നാൽ ഹൗവ തോട്ടത്തിൽ തനിച്ചായിരിക്കുന്ന സമയത്ത് പാമ്പിന്റെ രൂപത്തിൽ ആര് പ്രത്യക്ഷപ്പെട്ടു? പിശാച് പ്രത്യക്ഷപ്പെടുവാനിടയായിത്തീർന്നു. പിശാച് പ്രത്യക്ഷപ്പെട്ട് ഹവ്വയോട് ചോദിക്കുകയാണ്, വാസ്തവമായി, അതെ, ഇവിടെ അങ്ങനെയാണ് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്, വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീയോട് ശത്രുവായ, പ്രതിയോഗിയായ പിശാച് പാമ്പിന്റെ രൂപത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ദൈവത്തിന്റെ കൽപ്പനയെ, ദൈവം കൊടുത്ത കൽപ്പനയെ, ദൈവം കൊടുത്ത പ്രമാണത്തെ ഹവ്വയോട് ഒന്ന് ചോദിക്കണം, വാസ്തവമായി നിങ്ങളോട് ദൈവം ഇത് കൽപ്പിച്ചിട്ടുണ്ട്? ഹവ്വ പറഞ്ഞു, വാസ്തവമായും ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. വൃക്ഷത്തിന്റെ നടുവിലത്തെ വൃക്ഷഫലത്തിൽ നിന്ന് അത് തിന്നുകയും തൊടുകയും ഒന്നും ചെയ്യരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഹവ്വ പറഞ്ഞു. എന്നാൽ അതിന് മറുപടിയായിട്ട് ശത്രു പറയുന്ന വാക്ക് 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആവുകയും ചെയ്യുമെന്ന് ദൈവം
അറിയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓക്കെ, ശത്രുവിന്റെ ഒരു ഉപായത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ദൈവം കൊടുത്ത പ്രമാണം, ദൈവം കൽപ്പിച്ച കൽപ്പന, അത് വാസ്തവത്തിലുള്ളതാണോ എന്നുള്ള ഒരു അന്വേഷണം, ഒരു സംശയം ജനിപ്പിക്കുന്ന പ്രതിനിധിയിൽ ഒരു ഉപായത്തെ ശത്രു അവിടെ ജനിപ്പിക്കുകയാണ്. ഹവ്വയോട് പറയുകയാണ്, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെടും, നന്മ തിന്മകളെ കുറിച്ച് നിങ്ങൾ അറിയും, നിങ്ങൾ ദൈവത്തെ പോലെയാണ്. നോക്കിയേ, ശത്രുവിൻ്റെ ഒരു വലിയ ഉപായമാണ് ശത്രുവായ പ്രതിയോഗിയായ സാത്താനിവിടെ പാമ്പിന്റെ രൂപത്തിൽ വന്ന് ഹവ്വയെ ഉപായത്തിൽ ചതിക്കുന്നത്. ഇത് ധന്യനായ അപ്പോസ്തലൻ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ധന്യനായ അപ്പോസ്തലന്റെ ഒരു ഭയം എന്താണ്? ക്രിസ്തുവിൽ ജനിപ്പിച്ച ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ പൂർണ്ണനാക്കുന്നത് വരെ, വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ അവൻ സ്വർഗത്തിൽ എത്തുന്നത് വരെ കർത്താവിന്റെ ദാസന്മാരുടെ, മൂപ്പന്മാരുടെ, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകന്മാരുടെ ഭയം എന്താണ് എന്ന് ചോദിച്ചാൽ, സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, ക്രിസ്തുവിനോടുള്ള നിർമ്മലത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശത്രുവായ സാത്താന്റെ ആദ്യത്തെ തന്ത്രം ഒരു ദൈവ പൈതൽ മനസ്സിലാക്കേണ്ടത്, അവന്റെ ആദ്യത്തെ തന്ത്രം ഉപായത്താൽ അവൻ എന്ത് ചെയ്യും? ഹവ്വയെ ഉപായത്താൽ വശീകരിച്ചതുപോലെ, അല്ല ചതിച്ചതുപോലെ നമ്മളെയും ചതിക്കുവാനായിട്ട് ഇടയുണ്ട് എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണത് ചതിക്കുക? അവന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണ് ആ ലക്ഷ്യം? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, ക്രിസ്തുവിനോടുള്ള നിർമ്മലത. പ്രൈസ് ദി ലോർഡ്. ആദ്യ സ്നേഹം ഇപ്പോഴുണ്ടോ? ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ വന്ന കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം ഇപ്പോഴും നിന്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ ശത്രുവായ പിശാചിന്റെ ആദ്യത്തെ തന്ത്രം എന്ന് പറയുന്നത് ഉപായത്താൽ എന്നെയും നിങ്ങളെയും ക്രിസ്തുവിൽ നിന്ന് മാറ്റി, ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ മനസ്സ് മാറ്റി മറ്റു പലതിലേക്കും കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിട്ട് അവൻ ഈസി ആയിട്ട് ഈ ഉപായത്തിൽ നിന്ന് ഊരിപ്പോരും. ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും നമ്മൾ ഏത് ജോലി മേഖലകളിൽ എന്ത് പ്രവർത്തിച്ചാലും എൻ്റെ മനസ്സ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം. എൻ്റെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലായിരിക്കണം. എൻ്റെ മനസ്സ് ക്രിസ്തുവിനോടുള്ള നിർമ്മലതയിലായിരിക്കണം. പല കാര്യങ്ങളിലും നമ്മൾ വ്യാപൃതരായിരിക്കും. ഈ ലോകത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് ജീവിക്കുവാൻ വേണ്ടി ജോലി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ജീവനമാർഗങ്ങൾക്ക് വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഈ ഉപായത്താൽ നമ്മൾ പിടിക്കപ്പെടരുത്. എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം യേശുക്രിസ്തുവിന്റെ പ്രസാദിപ്പിക്കുക, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക, യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക, യേശുക്രിസ്തുവിനോട് കൂടെ നടക്കുക, യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുക. യേശുക്രിസ്തു എന്നോട് കൂടെ ചേർന്ന് നടക്കുമ്പോൾ എന്താണോ യേശുക്രിസ്തുവിന് എന്നിൽ ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് ഞാൻ അവന് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു ബോധം, കൃത്യമായ ഒരു അവഗ്രാഹം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നമ്മളെ, എന്നെയും നിങ്ങളെയും ചതിക്കാതിരിപ്പാൻ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ മനസ്സ് എപ്രകാരമാണ് എന്ന് സ്വയം പരിശോധിക്കണം. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, നിർമ്മലത അത് എങ്ങനെയാണ്? അത് വിട്ടുപോയോ? ഇല്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കണമോ? ഞാൻ എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ എങ്ങനെയാണ്? യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ എങ്ങനെയാണ്? ഞാൻ ക്രിസ്തുവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? ഞാൻ എത്രത്തോളം ക്രിസ്തുവിനുമായി അടുത്ത് ചേർന്നിരിക്കുന്നുണ്ട്? ഒരു ദിവസത്തിൽ ഞാൻ എത്ര സമയം എൻ്റെ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട, അതിപ്രധാനമായിട്ടുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചിന്ത, അവൻ ഉപായത്താൽ ചതിക്കുന്നവനാണ്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
രണ്ടാമത്തെ ഒരു ചിന്ത റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 23-ാമത്തെ തിരുവെഴുത്താണ്. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നു എങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായിക്കൊണ്ട് അവൻ കുറ്റക്കാരനായി തീരുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. ആ വചനം മാത്രമാണ് ഞാൻ അതിൽ നിന്ന് എടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് ഒക്കെ അത് പാപമാണ് എന്ന് വളരെയധികം കൃത്യമായി ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് അവിശ്വാസത്തെ കൊണ്ടുവരിക എന്നുള്ളത് ശത്രുവിന്റെ പ്രധാനപ്പെട്ട തന്ത്രങ്ങളിൽ ഒന്നാണ്. അവിശ്വാസത്തെ കൊണ്ടുവരിക. വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, ചില സ്ഥലങ്ങളിൽ യേശു കർത്താവ് ചെന്നിട്ട് അവിടെ വീരപ്രവർത്തികൾ ചെയ്യുവാൻ സാധിക്കുന്നില്ലെന്ന് വചനം പറയുന്നുണ്ട്. അവിടെ യേശു കർത്താവ് പറയുന്നത്, നിങ്ങളുടെ അവിശ്വാസം കൊണ്ടത്രേ ഇവിടെ അത്ഭുതങ്ങൾ നടക്കാത്തത്, അടയാളങ്ങൾ നടക്കാത്തത്, വീര്യപ്രവർത്തികൾ നടക്കാത്തത് എന്ന് വ്യക്തമായി യേശു കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ അവിശ്വാസം കൊണ്ടുവരുന്നത് അത് ശത്രുവാണ്, വിശ്വാസം കൊണ്ടുവരുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനമാണ്. എങ്ങനെയാണ് നമുക്ക് വിശ്വാസത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നത്? ഈ ശത്രുവിന്റെ ഈ തന്ത്രത്തോട്, പൈശാചിക തന്ത്രത്തോട് നമുക്ക് എങ്ങനെ എതിർത്ത് നിൽക്കുവാൻ സാധിക്കും? അതിന് ദൈവം തന്നിരിക്കുന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ. വിശ്വാസത്തിൽ മുന്നേറണമെങ്കിൽ, വിശ്വാസം പ്രഖ്യാപിക്കണമെങ്കിൽ ദൈവവചനം നിരന്തരമായി ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ദൈവവചനത്തോട് ചേർന്നിരിക്കണം. ദൈവവചനവുമായി നിരന്തരവുമായി ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിക്ക് അവിശ്വാസം എന്ന് പറയുന്ന ശത്രുവിന്റെ തന്ത്രം അടുത്തുപോലും വരുത്തുവാൻ കഴിയത്തില്ല. കാരണം അവൻ വിശ്വാസത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കാത്തിരിക്കുന്നവർ ദൈവവചനത്തിൽ മുഴുകിയിരിക്കും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, ദൈവം വചനമായിരുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ, ദൈവമായൊരു യഥാർത്ഥമായ ഒരു ബന്ധത്തിലിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ പറയാം, നിങ്ങൾ വിശ്വാസത്തിൽ മുന്നേറുക തന്നെ ചെയ്യും. ഇവിടെ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ് എന്നാണ് വിശുദ്ധനായ അപ്പോസ്തലൻ നമ്മളെ പ്രബോധിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി നമ്മൾ പ്രഖ്യാപിക്കേണ്ട ഒന്നാണ്. ഏതവസ്ഥയിൽ, പ്രതിസന്ധിയുടെ, പട്ടിണിയുടെ പരിഭവത്തിലാണെങ്കിലും, നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് വിഷമതയുടെ ഘട്ടത്തിലാണെങ്കിലും എൻ്റെ യേശു ക്രിസ്തു എന്നെ വിടുവിക്കുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടെങ്കിൽ നിശ്ചയമായും അവൻ വിടുവിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ഈ വിഷയങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, ശത്രുവിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ, തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം നിശ്ചയമായും പറയാം, അവന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് നിന്നിൽ അവിശ്വാസത്തെ കൊണ്ടുവരിക. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ എത്രയുണ്ട് എങ്കിലും അവനിൽ ഉവ എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും പറയുന്ന കർത്താവിന്റെ സാന്നിധ്യം, ഇന്ന് പകൽക്കാലം അവനിലുള്ള വാഗ്ദത്തം അത് നമ്മുടെ തലമുറകൾക്കും നമുക്കുമാണ് എന്നുള്ള വാഗ്ദത്തം. ആ വാഗ്ദത്തം നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രു വന്നിട്ട് നമ്മളോട് പറയും, ഇതൊക്കെ സംഭവിക്കും, ഇതൊക്കെ നടക്കുമോ? നീ എത്ര നാളായി പ്രാർത്ഥിക്കുവാൻ പോകുന്നത്? നീ എത്ര നാളായി ദൈവത്തെ സേവിക്കുവാൻ പോകുന്നത്? എത്ര നാളായി നീ ഇറങ്ങി തിരിച്ചിട്ട്? എന്നിട്ട് നിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ നീ ഒന്ന് നോക്കി. നിനക്ക് കഷ്ടത മാത്രമല്ല കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ വാഗ്ദത്വമൊക്കെ നിന്നിൽ നിവൃത്തിയാക്കുമോ? അതെ, യോസഫിനെ കുറിച്ചൊരു വാഗ്ദത്വമുണ്ട്, ദൈവത്തിനൊരു വാഗ്ദത്വമുണ്ട്. അതിലേക്ക് എത്തുവാൻ യോസഫിന് വേണ്ടുന്ന വഴിയെ തിരഞ്ഞെടുക്കുന്നത് ദൈവമാണ്. അതെന്താണ് വഴി? ഒരു പൊട്ടക്കിണറിന്റെ അനുഭവം, അവിടെ നിന്ന് പോത്തിഫറിന്റെ ഭവനത്തിലെ അനുഭവം, അവിടെ നിന്ന് കുണ്ടറയുടെ അനുഭവം. എന്നാൽ അവിടെ നിന്ന് ദൈവം ഉയർത്തുന്നത് രാജാവിന്റെ മന്ത്രിയായിട്ടാണ് എന്നുള്ളത് മറന്നു പോകരുത്. ദൈവത്തിനൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ മാത്രമേ ദൈവം നമ്മളെ കടത്തിവിടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവിടെയൊക്കെ ദൈവം അങ്ങനെ നടത്തുമ്പോൾ അവിടെയെല്ലാം ശത്രു ഇടപെടുവാനായിട്ടിടയായിത്തീരും. ഒരുപക്ഷെ പൊട്ടക്കിണറിൽ വീണ് കിടക്കുന്ന യോസഫിന്റെ അടുത്ത് ശത്രു വന്നിട്ട് പറയുന്ന തന്ത്രം ഇതാണ്, നീ ഇത്ര മാന്യനായി ദൈവത്തെ സേവിച്ചിട്ട് എന്തുകൊണ്ട് നിനക്ക് ഈ പൊട്ടക്കിണറിന്റെ അനുഭവം, നിന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു എന്ന് ഒരുപക്ഷെ അവനോട് സംസാരിക്കാം. എന്നാൽ അവിടെ നിന്ന് ദൈവം ഉയർത്തി അവനെ പോത്തിഫറിന്റെ ഭവനത്തിലാക്കിയപ്പോൾ അവിടെയും ഈ പറയുന്ന ശത്രുവിന്റെ തന്ത്രം അവൻ പ്രയോഗിച്ചു കാണുമായിരിക്കാം. നീ പോത്തിഫറിന്റെ ഭവനത്തിൽ വന്നിട്ട് നിനക്ക് എന്ത് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി, ദൈവത്തെ സേവിച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്ന് ശത്രു ഒരു തന്ത്രത്തെ അവിടെ അവന്റെ കാതിൽ മെനഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ കുണ്ടറയുടെ ജീവിതാനുഭവത്തിലും അവിടെയും നീ ജയിലിനകത്ത് കിടക്കുമ്പോൾ
നിനക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറ്റുവാൻ, ദൈവത്തിൽ നിന്ന് മാറ്റുവാൻ അവിടെ ഒരു ശത്രുവിന്റെ വലിയൊരു തന്ത്രത്തെ അവിടെ മെനയുവാനായിട്ട് ഇടയായിത്തീരുന്ന രീതിയിലായിരിക്കും ശത്രു അവിടെ കരുക്കൾ നീക്കിയിരിക്കുന്നത്. പക്ഷേ യഹോവയായ ദൈവം അവനോട് കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. അല്ല, ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു യോസഫ് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് വചനം പഠിക്കുന്നവർക്ക് മനസ്സിലാകും. അങ്ങനെ ദൈവത്തോട് ചേർന്നിരിക്കുന്നവനെ ഈ അവിശ്വാസത്തിന്റെ വാക്കുകളൊന്നും സ്വാധീനിക്കത്തില്ല. മറിച്ച് അവൻ പറയുന്നത്, എന്റെ ദൈവം പൊട്ടക്കിണറിൽ എന്നെ ഇട്ടാലും, അല്ല പോത്തിഫറിന്റെ ഭവനത്തിൽ എനിക്ക് ദുരനുഭവം ഉണ്ടായാലും, ഇല്ല ഞാൻ കുണ്ടറയിൽ കിടക്കേണ്ടി വന്നാലും, എന്റെ ദൈവം എന്നെ ഒരു ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കും. അതെ, നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവൻ 3 ദിവസം, അതാ യോനാ പ്രവാചകൻ മത്സ്യത്തിന്റെ വായിൽ കിടന്നതുപോലെ, മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നതുപോലെ, ഇതാ നമ്മുടെ കർത്താവായ യേശു കർത്താവും ഭൂമിയുടെ അധോഭാഗത്ത് 3 രാവും 3 പകലും ഇറങ്ങി. ലോകം വിധി എഴുതി, ന്യായാധിപന്മാർ വിധി എഴുതി, രാഷ്ട്രീയം വിധി എഴുതി, മതം വിധി എഴുതി, എല്ലാം വിധി എഴുതി. അവൻ ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല, അവൻ തീർന്നു എന്ന് വിധി എഴുതി. പക്ഷേ ഈ നമ്മുടെ ദൈവമോ അവന്റെ ആത്മാവ് കൊണ്ട് 3-ാമത്തെ ദിവസം കല്ലറയെ വിടുവിച്ച്, കല്ലറയുടെ പാറകളെ പൊട്ടിച്ച്, അതാ അവൻ 3-ാം ദിവസം ഉദ്ധിതനായി ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടിടയായി തീർന്നു. അതാ ലോകത്തിൽ എല്ലാവർക്കും അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയും. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഈ മന്ദിരം നിങ്ങൾ പൊളിപ്പിൻ, ഞാനിത് 3 ദിവസം കൊണ്ട് പണിയും. അവരുടെ ശരീരത്തെ കുറിച്ച് അവൻ തന്നെ പ്രവചന ശബ്ദത്തിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ മുഴക്കിയപ്പോൾ ഇതാ 3-ാമത്തെ ദിവസം നമ്മുടെ യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടിടയായി തീർന്നു. ദൈവത്തിലെ ഇന്ന് നീ ഏതവസ്ഥയിലൂടെ പോയാലും അവിശ്വാസത്തിന്റെ വാക്കുകൾ നീ പറയരുത്. ശത്രുവായ സാത്താനിൽ നിന്ന് വരുന്നു എന്നുള്ള തന്ത്രത്തെ നീ അറിയേണ്ടത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. അപ്പോൾ 1, അവർ ഉപായത്തിൽ ചതിക്കുന്നവരാണ്. 2, അവൻ അവിശ്വാസത്തിന്റെ വാക്കുകൾ തന്നുകൊണ്ട്, അവിശ്വാസം നമ്മളിൽ ജീവിപ്പിച്ചുകൊണ്ട് അവന്റെ ആ ഒരു ഉപായം, ആ ഒരു തന്ത്രത്തെ അവൻ നമ്മളിലേക്ക് എടുക്കുവാൻ സാധ്യതയുണ്ട്. 3-ാമത്തേത് 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി, അതെ, ഭോഷ്ക് വിശ്വസിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ശത്രുവിന്റെ ഒരു പ്രധാനപ്പെട്ട തന്ത്രങ്ങളിൽ ഒന്നാണ് ഭോഷ്ക, ഇല്ലാത്തതിനെ വിശ്വസിപ്പിക്കുക, ഉണ്ട് എന്ന് വിശ്വസിപ്പിക്കുക. നമുക്കറിയാം, ഇന്ന് ഏകദേശം ഈ ലോകമൊന്ന് നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ക്രിസ്ത്യാനിറ്റി, യേശുക്രിസ്തുവിനെ ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് വ്യക്തി ജീവിതങ്ങളെ നമ്മൾക്ക് ചുറ്റും കാണുവാൻ സാധിക്കും. ഒത്തിരി മതവിശ്വാസം, ക്രിസ്ത്യാനിയിൽ തന്നെ ഡിനോമിനേഷനുകൾ പലതാണ്. ഒത്തിരി ഡിനോമിനേഷനുകൾ നമുക്ക് ഈ ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പല വിധത്തിലുള്ള ഡിനോമിനേഷനുകൾ ഈ ഭൂമിയിൽ കാണാമെങ്കിലും അവയിലെല്ലാം നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത, പലരും ഭോഷ്കാണ് വിശ്വസിക്കുന്നത്, അല്ലെ? പലരും ഭോഷ്കാണ്. ദൈവവചനത്തിൽ യഥാർത്ഥമായി പറയുന്ന ഒരു കാര്യവും ആർക്കും വേണ്ട. ഉദാഹരണമായി ദൈവം പറയുന്നു, ഞാൻ ആത്മാവാകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ ആത്മാവാകുന്നു, എന്നെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, അതിന് വിപരീതമായി പല ക്രിസ്ത്യാനിറ്റികളിലും ഇന്ന് വിഗ്രഹങ്ങളെ വാർത്തു വെച്ചുകൊണ്ട്, യേശുക്രിസ്തുവിന്റെ രൂപമൊക്കെ വെച്ച് വാർത്തുകൊണ്ട്, മരിയയുടെയൊക്കെ രൂപമൊക്കെ വാർത്തു വെച്ചുകൊണ്ട് ആരാധിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവം പറയുന്ന കൽപ്പനകൾക്ക് വിരോധാഭാസമായി ഭോഷ്കിനെ വിശ്വസിച്ചുകൊണ്ട്, ഭോഷ്ക പ്രവൃത്തി ചെയ്യിപ്പിച്ചുകൊണ്ട് പൈശാചിക തന്ത്രത്തിൽ കുടുക്കിയിട്ടിരുന്ന അനേക വ്യക്തിത്വങ്ങളെ ഇന്ന് ഈ ലോകത്തിൽ കാണാം. 750 കോടി ജനങ്ങൾ ഈ ഭൂമിയിൽ തിങ്ങിപ്പാർക്കുമ്പോൾ വിരലിൽ എണ്ണാവുന്ന വ്യക്തികൾ, വിരലിൽ എണ്ണാവുന്ന വിശ്വാസികൾ മാത്രമേ, വിശുദ്ധന്മാർ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ എന്നുള്ളത് വാസ്തവമായ സത്യമാണ്. എന്താണ് വിശുദ്ധന്മാർ? എന്താണ് വിശ്വാസികൾ? ദൈവത്തിന്റെ വചനത്തെ പഠിച്ച്, ദൈവത്തിന്റെ പ്രമാണത്തെ പഠിച്ച്, ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കുന്ന വ്യക്തികൾ മാത്രമാണ് വിശുദ്ധരെന്നും വിശ്വാസികളെന്നും വിശുദ്ധ വേദപുസ്തകം വിളിക്കുന്നത്. അല്ലാത്തവരൊക്കെ ഒരുപക്ഷെ ദൈവത്തെ, യേശുക്രിസ്തുവിനെ ദൈവമാണെന്നൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഭോഷ്കാണ് അവർ വിശ്വസിക്കുന്നത്. അവരുടെ പ്രവൃത്തി മുഴുവനും ഭോഷ്കാണ്. വിഗ്രഹങ്ങളെ വാർത്തുവെച്ച് യേശുക്രിസ്തുവിന്റെ പല രീതിയിലുള്ള സ്വരൂപങ്ങളെയൊക്കെ നിർമ്മിച്ചു വെച്ചുകൊണ്ട് അതിനെ വണങ്ങുകയും അതിന് മുൻപിൽ മുട്ടുമടക്കുകയും അതിനോട് സംസാരിക്കുകയും അതിനോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന ഭോഷ്കിന്റെ വ്യാപാര ശക്തി, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാ മേഖലയിലും കാണുവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശത്രുവിന്റെ പ്രധാനപ്പെട്ട തന്ത്രങ്ങളിൽ ഒന്നാണ്
ബോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി വ്യാജത്തിന്റെ വ്യാപാര ശക്തിയെ അത് അവൻ അയക്കും. എന്നാൽ ഇവിടെ വായിച്ച വചനത്തിനകത്ത് പറയുന്നു, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് വേണ്ടി ദൈവം തന്നെ വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സത്യമായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വെളിപ്പെട്ടു. അവൻ പറയുന്നു, ഞാൻ സത്യം, ഞാൻ ജീവൻ, ഞാൻ വഴി എന്ന് പറഞ്ഞിട്ട് പോലും മനുഷ്യർക്ക് ഇത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. സത്യത്തെ വിശ്വസിക്കാതെ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കാതെ, യേശുക്രിസ്തുവിന്റെ പ്രമാണങ്ങളെ, യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ വിശ്വസിക്കാതെ മനുഷ്യർ പറയുന്നത് എന്താണോ അതിന്റെ പുറകെ പോയി. നമുക്കറിയാം, ഇന്ന് വേദപുസ്തകം എന്ന് പറയുന്ന ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ 66 പുസ്തകങ്ങളിൽ അലങ്കൃതമായി നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്ന ഏറ്റവും മനോഹരമായ വേദപുസ്തകം, അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നത്, ഭൂമിയിൽ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. പൂർവ്വപിതാക്കന്മാരെല്ലാം ഇതൊന്ന് ക്രോഡീകരിച്ച് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് നോക്കിപ്പാർത്തത്, സ്വർഗത്തിലെ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നത്, അത്തരത്തിലുള്ള വചനം നമ്മുടെ കരങ്ങളിൽ കിട്ടിയിട്ട് മനുഷ്യന് ഇതൊന്നും ആവശ്യമില്ല. മനുഷ്യൻ പറയുന്ന വാക്കുകളാണ് ആവശ്യം. യേശുക്രിസ്തു പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിക്കണം. ഇത് കേൾക്കുവാൻ ആർക്കും താല്പര്യമില്ല, അവർക്കത് കേൾക്കുകയും വേണം. യേശുക്രിസ്തു പറഞ്ഞതിനോടൊന്നും അവർക്ക് താല്പര്യമില്ല. താല്പര്യമുള്ളത് മനുഷ്യർ പറയുന്നത് എന്താണോ അതാണ് അവർക്ക് താല്പര്യം. മനുഷ്യർ പറയുന്നത് താല്പര്യമാണ്. മനുഷ്യന്റെ ബുദ്ധി അതിനകത്ത് വരുന്നുണ്ട്. പിശാചിന്റെ തന്ത്രത്താൽ ബോഷ്കിന്റെ ആത്മാവ് അതിനകത്ത് വരുന്നുണ്ട്, അല്ലെ? ദൈവത്തിൽ നിന്ന് വരുന്നത് മാത്രമല്ല, പിശാചിൽ നിന്ന് വരുന്നു മാനുഷികമായ ബുദ്ധി. മനുഷ്യന് ഒരു ആത്മാവുണ്ട്, ബോഷ്കിന് ഒരു ആത്മാവുണ്ട്, ദൈവത്തിന് ഒരു ആത്മാവുണ്ട്. ദൈവത്തിൽ നിന്ന് വരുന്നവൻ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിന്റെ വചനത്തിൽ മാത്രം വേരൂന്നി ജീവിക്കും. എന്നാൽ ബോഷ്കിന്റെ വ്യാപാര ശക്തിയിൽ ജീവിക്കുന്നവൻ, അവൻ ദൈവത്തിന്റെ വചനമൊക്കെ വായിച്ചാലും അവൻ മനുഷ്യൻ പറയുന്നത് കേൾക്കൂ, പിശാച് പറയുന്നത് കേൾക്കൂ, അവന്റെ തന്ത്രത്തിനകത്ത് കുടുങ്ങി കിടക്കുന്നവനായിരിക്കും എന്നുള്ളതിൽ യാതൊരു വിധത്തിൽ തർക്കവുമില്ല. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബോഷ്കിന്റെ ആത്മാവ് അവൻ അയച്ചുകൊണ്ട് ബോഷ്ക് പ്രവർത്തിക്കുമാറാക്കി ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം ബോഷ്കിന്റെ പ്രവൃത്തിയാണ്. ദൈവവചനത്തിന് വിരോധാഭാസമായി ദൈവം കൽപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു പറ്റമല്ല, ഒരു സമൂഹമല്ല, ഒരു ജാതി അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ നമുക്ക് ഈ ഭൂമിയിൽ കാണാം. ഞാൻ പറഞ്ഞതുപോലെ 750 കോടി ജനങ്ങൾ ഈ ഭൂമിയിൽ തിങ്ങിപ്പാർക്കുമ്പോൾ ഏകദേശം വിരലിലെണ്ണാവുന്ന വിശ്വാസികളും വിശുദ്ധന്മാരുമാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ബോഷ്കിന്റെ വ്യാപാര ശക്തിയിൽ ലയിച്ച് ജീവിക്കുന്ന, സത്യവചനത്തെ വിട്ട് സത്യദൈവമായ യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ വിട്ടുകൊണ്ട് യേശുക്രിസ്തു പറയുന്നതൊന്നും കേൾക്കാതെ മനുഷ്യൻ പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുത്തുകൊണ്ട് മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ നടക്കുന്ന ഒരു പറ്റം ആളുകളെ നമുക്ക് ഈ സമൂഹത്തിൽ കാണുവാൻ കഴിയും. അവരോട് പറയുകയാണ്, ഇന്ന് പകൽക്കാലവും ദൈവത്തിലേക്ക് മടങ്ങി വാ, യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വാ, യേശുക്രിസ്തുവിന്റെ വചനങ്ങൾക്ക് കാതുകൊടുക്കുക. അവനാണ് സത്യദൈവം, അവനാണ് ജീവൻ, അവനാണ് വഴി. അവനിലൂടെ അല്ലാതെ പിതാവായ ദൈവത്തിങ്കിലേക്ക് അല്ല സ്വർഗത്തിങ്കിലേക്ക് മറ്റൊരു മാർഗവും വിശുദ്ധ വേദപുസ്തകം വഴികാട്ടി തരുന്നില്ല. ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ ഞങ്ങൾക്ക് രക്ഷക്കായി തന്ന ഒരേ ഒരു നാമം, അത് യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് മാത്രമാണ് രക്ഷ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം, ബോഷ്കിന്റെ വ്യാപാര ശക്തികളോട് വിട പറഞ്ഞുകൊണ്ട് സത്യ ദൈവമായി യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ജീവനായ ദൈവത്തെ, വഴിയായ ദൈവത്തെ, ആ സത്യമായ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അവന്റെ വാക്കുകളെ പ്രമാണിച്ച് മുന്നേറി കഴിഞ്ഞാൽ ശത്രുവിന്റെ തന്ത്രങ്ങളെ വേരോടെ പറിച്ചു കളഞ്ഞുകൊണ്ട് അവിശ്വാസത്തിന്റെ വാക്കുകളെ പറയാതെ ഉപായത്താൽ അവൻ കുടുങ്ങിപ്പോകാതെ ദൈവവചനത്തിൽ വേരൂന്നി ജീവിക്കുവാൻ വേണ്ടി ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി അടുത്ത പദം എന്ന് പറയുന്നത് യാക്കോബിന്റെ ലേഖനത്തിലാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം പറയുകയാണ്, ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനസ്സുള്ള മനുഷ്യൻ, ഹല്ലേലൂയ. അടുത്ത ഒരു പ്രധാനപ്പെട്ട ശത്രുവിന്റെ തന്ത്രമാണ്, നമുക്ക് 2 മനസ്സ് ഉണ്ടാകും. 2 തോണിയിൽ സഞ്ചരിച്ചാൽ നമുക്ക് യാത്ര തുടരുവാൻ പറ്റത്തില്ല, അല്ലെ? നമ്മൾ 2 തോണിയിലാണ് കാൽ വെക്കുന്നത് എങ്കിൽ ഒരിക്കലും നമ്മുടെ യാത്ര ശുഭമാകില്ല. തോണിയുടെ ഡിവൈഡേഷൻ എങ്ങനെയാണോ ചലിക്കപ്പെടുന്നത് അതിനനുസരിച്ച് നമ്മൾ അതിന്റെ വെള്ളത്തിലേക്ക് വീണു പോകുവാൻ ഇടയായിത്തീരും. സോ ഇവിടെയും ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇരുമനസ്സുള്ള മനുഷ്യൻ. ഇത് ശത്രുവിന്റെ വളരെ പ്രധാനമായ, അതിപ്രധാനമായ ഒരു തന്ത്രങ്ങളിൽ ഒന്നാണ്. 2 മനസ്സ് നമുക്കുണ്ടാക്കുക. ഒന്ന് ലോകപ്രകാരമുള്ള മനസ്സ്, 2 ദൈവപ്രകാരമുള്ള മനസ്സ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകപ്രകാരമുള്ള മനസ്സ് ദൈവത്തിന്റെ ശത്രുത്വമാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ ലോകത്തിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക്, ആവശ്യമുള്ള കാര്യങ്ങൾക്ക്, ഉദാഹരണമായി നമുക്ക് നമ്മുടെ ഉപജീവനം നടത്തണം,
നമുക്ക് ജോലി ചെയ്യണം, നമുക്ക് കൂലി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇതല്ല ലോകത്തോടുള്ള മോഹം എന്ന് പറയുന്നത്. മറിച്ച് ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്, ദൈവത്തിന് എന്നെ ആവശ്യമുണ്ടെന്നും ദൈവത്തിന് എന്നെ കുറിച്ച് ഈ ഭൂമിയിൽ ഒരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതി നിവർത്തിയാക്കുവാൻ ദൈവത്തോട് സഹകരിച്ച് മുന്നോട്ട് ഞാൻ പോകുമെന്നുമുള്ള ഒറ്റ മനസ്സ്. മറ്റൊരു മനസ്സെന്ന് പറയുന്നത് ദൈവത്തിന് എന്നെക്കുറിച്ച് ഹിതമൊക്കെ ഉണ്ട്, ദൈവത്തിന് എന്നെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ എന്റെ കാര്യം എനിക്ക് നോക്കിയാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണമായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഭാരമൊന്നും വഹിക്കേണ്ട, എല്ലാം എന്നിൽ ഏൽപ്പിക്കും എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, ഭാരമൊക്കെ ദൈവത്തിന് കൊടുക്കാം, എന്നാൽ കുറച്ചു ഭാരം ഞാൻ തന്നെ വഹിക്കാം എന്ന് പറയുന്ന വേറൊരു മനസാക്ഷി. അങ്ങനെയല്ല, ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു അതനുസരിക്കുവാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ട് എങ്കിൽ ആ മനുഷ്യൻ എന്താണ്? ഒരു മനസ്സുള്ളവനാണ്. അവന്റെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാനുള്ള, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ചിന്ത മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ മറ്റു മനുഷ്യനെ കുറിച്ച് പറയുന്നു, ഇരു മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാണ് എന്ന് പറഞ്ഞാൽ പൈശാചിക തന്ത്രമാണ് നമ്മളിൽ രണ്ട് മനസ്സ് സൃഷ്ടിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞു ക്രിസ്തുവിനോട്, എന്റെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, നിർമ്മലത വിട്ട് മാറിപ്പോകുമോ എന്ന് ഭയപ്പെടുന്നു എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തുവിനോടുള്ള മനസാക്ഷി, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, ക്രിസ്തുവിനോടുള്ള നിർമ്മലത ഇതൊക്കെ എന്നിലുണ്ട് എങ്കിൽ മറ്റൊരു മനസ്സ് എന്നിൽ ക്രിയേറ്റ് ആകുവാൻ ഞാൻ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നു, തന്റെ വഴികളിലൊക്കെയും അവൻ അസ്ഥിരനാകുന്നു. അപ്പോൾ പിശാചിന്റെ അടുത്ത തന്ത്രം എന്താണ്? നമ്മളിൽ രണ്ട് മനസ്സുണ്ടാക്കുക. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയ്ക്കകത്ത് വന്നിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിച്ച്, ദൈവത്തെ ആരാധിച്ച് ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് സ്വർഗത്തിൽ എത്തിച്ചേർന്ന് യുഗായുഗങ്ങൾ അവനോടുകൂടെ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ദൈവ പൈതലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവന് ഈ ഭൂമി ഒന്നുമല്ല, അവന് മറ്റൊരു സ്ഥലമുണ്ട്, അവന് യാത്ര ചെയ്യുവാൻ മറ്റൊരു ദേശമുണ്ട്. അവന് വ്യക്തമായിട്ടറിയാം ഈ ലോകത്തോടെ തീരുന്ന ഒന്നല്ല മനുഷ്യന്റെ ജീവിതം, മനുഷ്യവാസം എന്ന് പറയുന്നത് അവന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അവന്റെ മനസ്സിനകത്തുള്ള ആശയം ദൈവത്തോട് ചേർന്ന് നടന്ന്, അല്ലെ, ഹനോക്കിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, അവൻ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടന്ന് അവനെ ദൈവം എടുത്തു, പിന്നെ അവനെ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇതുപോലെ ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തിന്റെ വരവിൽ, രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ, രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുവാൻ വേണ്ടിയാണ് ഒരു ദൈവ പൈതൽ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ മനസ്സ് മറ്റൊരു മനസ്സുമായി കൺവേർട്ട് ചെയ്ത് രണ്ട് മനസ്സായി മാറുവാൻ ഇടയായിത്തീരരുത്. ഇരു മനസ്സുള്ള മനുഷ്യനെ ഉണ്ടാക്കുക എന്നുള്ളത് ശത്രുവിന്റെ പ്രധാന തന്ത്രങ്ങളിൽ ഒന്നാണ് എങ്കിൽ ദൈവപൈതലെ ഇന്ന് പകൽക്കാലം ആ തന്ത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിലാണ് എന്റെ മനസ്സ്, യേശുക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലാണ്, യേശുക്രിസ്തുവിനോടുള്ള നിർമ്മലതയിലാണ് എന്റെ മനസ്സ് എന്നുള്ളത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എങ്ങനെ എന്നെ കാണും എന്നുള്ളതല്ല. ഞായറാഴ്ച പ്രഭാതത്തിൽ ആരാധനയ്ക്ക് ചെന്നുകൊണ്ട് മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചർച്ചിലെ പാസ്റ്റർ പറയുകയാണ്, നിങ്ങൾ ആരാധനയ്ക്ക് വരണം, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരണം. മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല നീ ആലയത്തിൽ പോകേണ്ടത്. ഇല്ല, ആലയത്തിൽ പോയില്ല എങ്കിൽ പോലും ദൈവമായിട്ടുള്ളൊരു ബന്ധം നിനക്ക് ഉണ്ട് എങ്കിൽ, ആ മനസ്സ് നിനക്ക് ഉണ്ട് എങ്കിൽ ഉറപ്പായും ഞാൻ പറയുന്നു ദൈവ സാന്നിധ്യം നിന്നെ വലയം ചെയ്തുകൊണ്ടിരിക്കും. അവനെ തകർക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. പക്ഷേ പൈശാചിക തന്ത്രമാണ് അതിൽ നിന്ന് വേർപിടിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇരു മനസ്സാക്കിക്കൊണ്ട് ആ തന്ത്രത്തിനകത്തേക്ക് നമ്മളെ പെടുത്തിക്കൊണ്ട് നമ്മളെ വഴിയെ തടസ്സപ്പെടുത്തി നമ്മളെ അസ്ഥിരനാക്കി മാറ്റുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള തന്ത്രമാണ് ശത്രു മൂന്നാമതായി നാലാമതായി ഒക്കെ ഉപയോഗിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. ഇനി ആക്ടിന്റെ അപ്പോസ്തല പ്രവൃത്തികൾ 24-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ അവൻ നീതി, ഇന്ദ്രജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരിവേശനായി. ഇവിടെ തിരുവെഴുത്ത് ആധാരമാക്കിയിട്ടുള്ള ഒരു പ്രസംഗം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സുവിശേഷം പറയുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി. അപ്പോൾ നീതിയെക്കുറിച്ചും ഇന്ദ്രിയജയത്തെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ഇവിടെ സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരിവശ. അപ്പൊ ആരോടാണെന്ന് പറയുന്നത്? ഫെലിക്സിനോടാണെന്ന് പറയുന്നത്. അപ്പൊ ഫെലിക്സ് ഭയപരവശനായി മാറുന്നു. എന്നിട്ട് പറയുകയാണ്, തൽക്കാലം പോകാം. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം ഇങ്ങനെ എഴുതിച്ചിട്ട്, തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആരോടെങ്കിലും സുവിശേഷം പറയുമ്പോൾ
യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നൊരു മറുപടിയാണ്, തൽക്കാലം ഞങ്ങൾ പോകട്ടെ, പിന്നീട് അവസരമുള്ളപ്പോൾ ഞാൻ നിങ്ങളെ കേൾക്കാം, അല്ലെ? പ്രൈസ് ദി ലോർഡ്. ഇത് ശത്രുവിന്റെ വലിയൊരു തന്ത്രമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവസരമുള്ളപ്പോൾ ഞാൻ പിന്നീട് കേൾക്കാം. അവസരം എപ്പോഴും ലഭിക്കണമെന്നുണ്ടോ? നാളെ നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾ മരണപ്പെട്ടാൽ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരണം എന്ന് പറയുന്ന ഈ ഒരു വാഹനം ഏത് സമയവും നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ്, ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് ഈ ഒരു സമയത്ത് സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ടൊക്കെ തന്നെ ശത്രുവിന്റെ അതിപ്രധാനമായിട്ടുള്ള ഒരു തന്ത്രമാണ് സമയത്തെ മാറ്റിവെക്കുക. പ്രൈസ് ദി ലോർഡ്. സമയത്തെ മാറ്റിവെക്കുക പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ്. ഇത് ഒരു വിശ്വാസത്തിലുള്ള വിശുദ്ധനായ വ്യക്തി വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ട അതിപ്രധാനമായ തന്ത്രങ്ങളിൽ ഒന്നാണ് സമയത്തെ മാറ്റിവെക്കുക എന്നുള്ളത്. ഒന്ന്, സുവിശേഷം പറയുവാൻ പോകുമ്പോൾ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുക. പിന്നീട് കേൾക്കാം, പിന്നീട് നമ്മൾക്കിത് അവസരമുണ്ടല്ലോ, പിന്നീട് ഞാൻ വിളിപ്പിക്കാം. ഈ ഫെലിക്സിനെ പോലെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയപരിവശനായി. ഒന്നാമത്തെ ന്യായവിധിയെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ന്യായവിധിയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ആളുകളൊക്കെ ഭയപരവശരാകും. നമ്മൾ പറയുന്നു, കർത്താവായ യേശുക്രിസ്തു വരും, നിന്നെ ന്യായം വിധിക്കും. അത് നീ ശരീരത്തിലിരിക്കുമ്പോൾ നല്ലതാണെങ്കിലും തീയതാണെങ്കിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നമ്മൾ നിൽക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഭയപരവശരായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുപോലെ തന്നെ പണ്ടുള്ള ലോകത്തെ മഴയാൽ അല്ലെങ്കിൽ വെള്ളത്താൽ നശിപ്പിച്ചു എന്ന് വചനം പറയുന്നു. ഇനിയുള്ള ഭൂമിയെ തീക്കായിട്ട് കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ വചനം പറയുമ്പോൾ എല്ലാവരും പേടിക്കും. അപ്പോൾ അവർ പറയും, ഇത് പിന്നീട് കേൾക്കാം. ഇപ്പോൾ ലോകത്തിൽ ഇമ്പമുള്ള പല കാര്യങ്ങളുമുണ്ട്. സിനിമയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആസ്വദിക്കുവാൻ ഫേസ്ബുക്ക് ഉണ്ട്, അതുപോലെ യൂട്യൂബ് ചാനലുകളുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി എന്റർടൈൻമെന്റുകളൊക്കെ ലോകത്തിലുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഇപ്പോൾ അനുഭവിക്കാം, ഇത് നമുക്ക് പിന്നീട് കേൾക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു കെണി, മാറ്റിവെക്കുന്ന ഒരു ശത്രുവിന്റെ തന്ത്രം, ഇത് അതിപ്രധാനമാണ്. ഇനി മറ്റൊരു മാറ്റിവെക്കലുണ്ട്. എന്താണെന്നറിയാവോ? മാനസാന്തരപ്പെടുവാൻ ഒരുവൻ തയ്യാറായി കഴിഞ്ഞാൽ നാളെയാകാം എന്ന് പറയുന്ന ശത്രുവിന്റെ ഒരു അതിപ്രധാനമായ തന്ത്രം. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപബോധം നമ്മുടെ ഉള്ളിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ മാനസാന്തരപ്പെടുവാൻ ഇടയായിത്തീരും. പാപം എന്താണ് എന്നുള്ള ബോധം, അല്ലെ? പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു വരുമ്പോൾ പാപബോധം, നീതിബോധം, ന്യായവിധിയെക്കുറിച്ചുള്ള ശരിയായ അറിവ്, ഇത് മൂന്നും പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് തരുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷേ ആ സമയത്ത് വ്യക്തമായിട്ട് ഞാൻ പറയാം, പാപബോധം എന്നിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവാം ദൈവം നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ശത്രുവിന്റെ അതിപ്രധാനമായ തന്ത്രം, ഉദാഹരണത്തിന് ഞായറാഴ്ച നമ്മൾ കടന്ന് ചർച്ചിലേക്ക് ചെല്ലുന്നു, ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച നമ്മൾ ഒരു നല്ല പാപമൊക്കെ ചെയ്ത് യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും ഇല്ലാതെയാണ് പാപം ചെയ്യുന്നത്. അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള പാപബോധവും എന്നിലില്ല. പക്ഷെ ഞാൻ ആ പാപപ്രവൃത്തി തുടർന്നു. വെള്ളിയാഴ്ച ചെയ്തു, ശനിയാഴ്ചയും ചെയ്തു. പക്ഷെ ഞായറാഴ്ച ഞാൻ ആലയത്തിൽ ചെല്ലുകയാണ്, ആരാധിക്കാൻ ചെല്ലുന്ന സമയത്ത് ഇത് പാസ്റ്റർ പ്രസംഗിക്കാൻ തുടങ്ങി. അതിഗംഭീരമായ വചനങ്ങളെ എടുത്ത് വചന ശുശ്രൂഷ ആരംഭിച്ചു. എവിടെയോ വചനം വന്നപ്പോൾ എനിക്കൊരു കുത്തുകൊണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കുത്തുകൊണ്ടു. ഞാൻ ചെയ്ത പാപത്തെ പാസ്റ്റർ എങ്ങനെ മനസ്സിലാക്കി? അല്ല, ദൈവം അതിനകത്ത് പരിവർത്തിച്ചുകൊണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ട് വ്യക്തമായി എന്നോട് എന്ത് ചെയ്യുന്നു? ഇടപെടുന്നു. നീ ആ പാപം മേലിൽ ചെയ്യരുത്. വ്യഭിചാരിയായ സ്ത്രീയോട് ചെയ്യുന്നു, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, നീ മേലിൽ പാപം ചെയ്യരുത് എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനം എന്നെ ഒരു കുത്തലോടുകൂടെ, ആ വചനം എന്നിലേക്ക് വരുമ്പോൾ, ഞാൻ ആ വചനം എന്നിൽ ക്രിയ ചെയ്യുമ്പോൾ ഞാനൊരു തീരുമാനം അവിടെ വെച്ചെടുക്കും. എന്താണ്? ഞാൻ ഇനി പാപം ചെയ്യില്ല. തിരിച്ച് ആലയത്തിൽ നിന്ന് വീട്ടിനകത്തേക്ക് എത്തുന്നു. വീട്ടിലെത്തി സാധാരണ ജീവിതത്തിനകത്തേക്ക് ഞാൻ തുടർന്നു പോകുന്നു. ആ പാപം എന്നെ സ്വാധീനിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ പൈശാചിക ശക്തി എന്നോട് ഒന്ന് പറയുകയാണ്, അവൻ്റെ ഒരു തന്ത്രമുണ്ട്, നീ ആ പാപം ചെയ്തു, കുഴപ്പമൊന്നുമില്ല, അടുത്ത ഞായറാഴ്ചയും ചർച്ചുണ്ടല്ലോ, അടുത്ത ഞായറാഴ്ച മാനസാന്തരപ്പെടാം, അടുത്ത ഞായറാഴ്ച നിനക്ക് മാനസാന്തരപ്പെടുവാൻ അവസരമുണ്ടല്ലോ, ഇപ്രാവശ്യം കൂടി അത് ചെയ്തോളൂ എന്നുള്ള രീതിയിലുള്ള ഒരു തന്ത്രത്തെ ശത്രു നമ്മളിലേക്ക് എത്തിക്കുവാനായിട്ടിടയായിത്തീരും. വീണ്ടും നമ്മൾ ആ പാപത്തിൽ വീണു പോകും, വീണ്ടും പാപം ചെയ്യും. മാനസാന്തരപ്പെടാതെ നമ്മളിങ്ങനെ പാപം ചെയ്യും. ഓരോ പാപപ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് ഓരോരോ കുടുക്കായിട്ട് ശത്രു, അത് ഓരോരോ കഷ്ടതയായിട്ട്, അത് ഓരോരോ രോഗമായിട്ട് ശത്രുവിന് അത് ട്രാൻസ്ഫർ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത് വചനം പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു വചനം ഇവിടെ പ്രസംഗിക്കുമ്പോൾ സമയത്തെ മാറ്റിവെക്കുന്ന പൈശാചിക തന്ത്രത്തെ, ഒരു ശത്രുവിന്റെ ആ ഒരു കുതന്ത്രത്തെ ഒരു വിശ്വാസി, ഒരു ദൈവപൈതൽ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ശത്രുവിന്റെ തന്ത്രമാണ് 2 തിമോത്തിയോസ് അതിന്റെ 2-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, പിശാചിനാൽ പിടിക്കപ്പെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ
എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാണ്. സഭയിലെ മൂപ്പന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ ദൈവദാസന്മാരെ കുറിച്ചോ ബന്ധത്തിലുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു വചനഭാഗമാണ് ഈ ഒരു വചന പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പിന്മാറിപ്പോയ വ്യക്തികൾ അല്ലെങ്കിൽ പിശാചിനാൽ പിടിക്കപ്പെട്ട് കുടുങ്ങിയവരാകയാൽ എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, കുടുങ്ങിപ്പോവുക അല്ലെങ്കിൽ കെണി വെക്കുക എന്നുള്ളത് പിശാചിന്റെ ഒരു വലിയ തന്ത്രമാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നു, അടിമ നുകത്തിൽ നിങ്ങൾ വീണ്ടും കുടുങ്ങിപ്പോകരുത്. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു. സ്വാതന്ത്ര്യത്തെ, ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തെയൊക്കെ ദൈവം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് എങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അടിമ നുകത്തിൽ നിങ്ങൾ എന്തിനാണോ, ഒരുവൻ എന്തിനോടോ അടിമപ്പെട്ടിരിക്കുന്നു, പാപത്തോട് അടിമപ്പെട്ടിരിക്കുന്നു, അവൻ പാപത്തിന് അടിമയാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് പാപത്തിനോടോ അടിമപ്പെട്ടിരിക്കുന്നു അവൻ പാപത്തിന്റെ അടിമയാണെന്ന് വചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പകൽക്കാലം പിശാച് പിടിക്കപ്പെട്ട് കുടുങ്ങിയവരാകുകയാണ്. അപ്പൊ കൊടുക്കുവാൻ ഇവൻ മിടുക്കനാണ്. ചില തന്ത്രങ്ങളെ മെനയുവാൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ വിശ്വാസത്തിനകത്ത് വരുന്നതിന് മുൻപത്തെ കാലഘട്ടത്തിൽ ഏതൊക്കെ പാപപ്രവർത്തികൾ എന്നിലുണ്ട് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് ഈ സാത്താൻ എന്ന് പറയുന്നത്. ഏതൊക്കെ പാപമാണ് എന്നെ മുന്നേ മരിച്ചിരുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന, വ്യക്തമായി കുടുക്കിട്ട് പിടിക്കുവാൻ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിനകത്ത് തോടുകളുടെയൊക്കെ സൈഡിൽ ഇങ്ങനെ പാമ്പുകളൊക്കെ വരും. പാമ്പുകൾ വന്നിട്ട് അതിന്റെ പൊത്തിലൊക്കെ കയറി ഒളിച്ചിരുന്ന് അതിന്റെ തല ഇങ്ങനെ പുറത്തേക്ക് ഇടും. അപ്പോൾ ഞങ്ങൾ കൗതുകമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു എർക്കിലെ ഇങ്ങനെ നീട്ടി അതിന്റെ അറ്റത്തൊരു കുടുക്കിട്ടിട്ട് ആ പാമ്പ് ഇങ്ങനെ തല ആ പാറയുടെ അല്ലെങ്കിൽ ആ കല്ലിനെയൊക്കെ നടുവിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ പാമ്പിനെ ഇങ്ങനെ കുടുക്കിട്ടിട്ട് പിടിക്കുന്ന, ആ കുടുക്കിട്ട് ഇങ്ങനെ പിടിച്ച് അതിനെ പൊക്കിയെടുത്ത് അതിനെ കൊണ്ടുപോയി തല്ലിക്കൊന്നു കളയുന്ന ഒരു വിനോദ കാര്യങ്ങൾ ഞങ്ങൾ ചെറുപ്പകാലത്തിലൊക്കെ ചെയ്യുന്നത് പോലെ ശത്രുവും തല പുറത്തിടുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു പാപത്തെ നമ്മുടെ മുൻപിലേക്ക് തന്നുകൊണ്ട് അതിനെ കൃത്യമായി ഓഡിറ്റ് ചെയ്ത്, കൃത്യമായി അതിനെ മോണിറ്റർ ചെയ്ത് ഈ ശത്രുവായ സാത്താൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മളെ കൊടുക്കുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അടിമ നുകത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്, വീണ്ടും കുടുങ്ങിപ്പോകരുത് എന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം മുതലേക്ക് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിശാചിന്റെ അതിപ്രധാനമായ ഒരു തന്ത്രമാണ് കെണി വെച്ച് പിടിക്കുക. നമുക്കറിയാം, പ്രാവിനെയും പക്ഷിയെയും അതുപോലെ തന്നെ മറ്റുള്ള ഇതര ജീവികളും ഒക്കെ കാട്ടിലാണെങ്കിലും അതുപോലെ തന്നെ വേട്ടയാടാൻ പോകുന്ന വ്യക്തികളാണെങ്കിലും കെണി വെച്ചിട്ടാണ് പിടിക്കുക. ഒരു കുടുക്കുണ്ടാക്കി അല്പം ഭക്ഷണമൊക്കെ അതിനകത്ത് വെച്ച് അതിനകത്തേക്ക് വന്ന ഈ പക്ഷികളൊക്കെ കൊത്തിപ്പെറുക്കി തിന്നുമ്പോൾ അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ അത് കൊത്തിപ്പെറുക്കി തിന്നുമ്പോൾ പെട്ടെന്ന് ഒരു കുടുക്കിനകത്തേക്ക് അവരുടെ ലോക്കിനകത്തേക്ക് താഴെ വീഴുകയും പിന്നെ ഊരിപ്പോരാൻ പറ്റാത്ത വണ്ണം അതിനകത്ത് ആവുകയും ചെയ്യും. വിശ്വാസിയെ സംബന്ധിച്ചിട്ട് അവൻ ഏതെങ്കിലും പാപപ്രവൃത്തിയിൽ വിട്ടുപോയെങ്കിൽ ഉടനടി ദൈവസന്നിധിയിൽ വന്ന് എത്രയും പെട്ടെന്ന് അത് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധ രക്തത്താൽ കഴുകൽ പ്രാപിച്ചുകൊണ്ട് അവന് വീണ്ടും വീണ്ടും അത് പിൻപിലുള്ളത് മറന്നതുകൊണ്ട് മുൻപിലേക്ക് നോക്കി ഓടുവാൻ, എന്റെ ഓട്ടം തികയ്ക്കുവാൻ, ഏതെങ്കിലും ഒരു പാപപ്രവൃത്തി വരില്ല എന്നല്ല, പാപത്തിൽ കുടുങ്ങില്ല എന്നല്ല, കുടുങ്ങുവാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് നമ്മളുള്ളത്. എന്നാൽ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ മനസ്സിലാക്കി ദൈവവചനത്തിനകത്ത് യഥാസ്ഥാനപ്പെട്ട് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് അവന് മുന്നേറുവാൻ സാധിക്കുമെന്നുള്ള വലിയ സത്യത്തെ മനസ്സിലാക്കി ഈ തന്ത്രത്തിനോട് അവൻ പറയും, നീ പാപത്തിൽ കുടുങ്ങിപ്പോയി, ഇനി ഒരിക്കലും നിനക്ക് സ്വർഗം ലഭിക്കത്തില്ല. ഇല്ല 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 ഇല്ല, അങ്ങനെയല്ല. നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിപ്പാൻ കഴിവുള്ള നസ്രായനായ യേശുക്രിസ്തുവിന്റെ രക്തത്തെ നീ ഉപയോഗിച്ചുകൊണ്ട് ആ രക്തം നിന്നെ ശുദ്ധീകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവന്റെ തന്ത്രങ്ങളെ പൊട്ടിച്ചറിയുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു പ്രധാനപ്പെട്ട അവന്റെ തന്ത്രമാണ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ തിരുവെഴുത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് അതിപ്രകാരമാണ്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിന്റെ ദൈവമായിട്ടാണ് ഇവിടെ സാത്താനെ കാണിക്കുന്നത്. ഈ ലോകവും മുഴുവനും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ 40 ദിവസത്തെ ഉപവാസത്തിന് ഒടുവിൽ ശത്രു അടുത്ത് വന്ന് പ്രലോഭിപ്പിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കാര്യം ഇങ്ങനെയാണ്, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്നതൊക്കെയും നിനക്ക് തരാമെന്ന്. യേശുക്രിസ്തുവിനോട് പറയുകയാണ്, നീ ക്രൂശിലേക്കൊന്നും കയറണ്ട, ക്രൂശീകരണമൊന്നും വേണ്ട, നീ പീഡാസഹനങ്ങളൊന്നും സഹിക്കണ്ട, മറിച്ച് നീ എന്നെ ഒന്ന് എന്ത് ചെയ്താൽ മതി, കുമ്പിട്ട് നമസ്കരിച്ചാൽ മതി, ഈ കാണുന്നതൊക്കെയും ഞാൻ നിനക്ക് തരാം. ഇതൊക്കെയും എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നെന്ന്
പൈശാചിക ശക്തി യേശുക്രിസ്തുവിനെ നോക്കി വെല്ലുവിളിച്ചെങ്കിൽ ദൈവപൈതലെ നമ്മളെ നോക്കി എത്ര അധികമായിട്ട് അവൻ വെല്ലുവിളിക്കും. ഇവിടെ പറയാണ്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന്, വിശ്വാസത്തിന് മുൻപുള്ള ഒരു ജീവിതത്തെ പരിശോധിച്ചാൽ പല വ്യക്തികളും എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്, പല വ്യക്തികൾ ട്രാക്ട് തന്നിട്ടുണ്ട്, പല വ്യക്തികൾ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പ്രകാശിച്ചിട്ടുള്ള എന്താണ്? ഇവൻ എൻ്റെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുക. ഇവിടെ പറയുന്നു, അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുക. ഇനി ഞാൻ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം, ഞാൻ വിശ്വാസത്തിലെത്തി, ഞാൻ രക്ഷിക്കപ്പെട്ടു, ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് വചനം മനസ്സിലായി, ന്യായവിധിയെ കുറിച്ച് എനിക്ക് മനസ്സിലായി, യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് മനസ്സിലായി, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അത്തരത്തിൽ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ വിശ്വാസത്തിനകത്തേക്ക് കടന്നു വന്നു. വിശ്വാസത്തിനകത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ ദുഷ്ടന്റെ പരിപാടി എന്താണെന്നറിയാമോ? അവൻ ഈ മനസ്സിനെ, അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ച അതേ ശത്രു അടുത്ത പരിപാടി വചനത്തിനകത്തുള്ള വെളിപ്പാടുകളെ മനസ്സിലാക്കാതിരിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം, വചനത്തിനകത്തുള്ള വെളിപ്പാടുകളെ, ദർശനങ്ങളെ, പ്രവചനങ്ങളെ ഒന്നും മനസ്സിലാക്കുവാൻ അവർ സമ്മതിക്കത്തില്ല. സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിച്ചു, ഒരു കുഴപ്പമില്ല. സാധാരണ ആരാധിക്കുന്നത് പോലെ ആരാധിച്ചോ, കുഴപ്പമില്ല. വചനത്തിനകത്ത് കയറി പ്രവചനങ്ങളെ ഒന്നും എടുത്ത് വെളിപ്പാട് പുസ്തകത്തെ ഒന്ന് പഠിച്ചു നോക്ക്, പ്രസംഗിച്ചു നോക്ക്, അപ്പം അറിയാൻ വരും. ഇത് പ്രകാശിപ്പിക്കുവാൻ അവൻ സമ്മതിക്കത്തില്ല. അവന്റെ ഡ്യൂട്ടി അതാണ്. വിശ്വാസത്തിന് മുൻപ്, വിശ്വാസത്തിൽ വരുന്നതിന് മുൻപേ വചനം നിനക്ക് പ്രകാശിപ്പാതിരിപ്പാൻ അവൻ എന്ത് ചെയ്യും? നിന്റെ മനസ്സിനെ കുരുടാക്കി വയ്ക്കും. എന്നാൽ വിശ്വാസത്തിൽ വന്നതിന് ശേഷമോ ഈ വചനത്തോട് ചേർന്നിരിപ്പാൻ അനുവദിക്കാതെ വചനത്തിനകത്ത് മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിച്ചാൽ, മണിക്കൂറുകളിരുന്ന് വചനത്തെ ധ്യാനിച്ചാൽ നിന്റെ നിലവാരം മാറുമെന്ന് അവനറിയാം. അനേകർ രക്ഷിക്കപ്പെടുമെന്നറിയാം, അനേകരോട് നീ വചനം പറയുമെന്നറിയാം. അതുകൊണ്ട് അവൻ ഒരു തന്ത്രത്തെ പ്രയോഗിക്കും. എന്താണ്? നിന്റെ മനസ്സിനെ കുരുടാക്കിക്കൊണ്ട് വചനത്തോട് സമീപം വരുവാൻ നിനക്ക് അനുവദിക്കാത്ത രീതിയിലുള്ള തന്ത്രത്തെ മതി. പ്രൈസ് ദി ലോർഡ്. ഇത് മനസ്സിലാക്കുന്നവരായിരിക്കണം വിശ്വാസി. എത്ര സമയം ഒരു ദിവസം വചനം വായിക്കുവാൻ സാധിക്കുമോ അത്രയും സമയം വചനം വായിക്കുക. എത്ര സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ പറ്റുമോ, എത്ര സമയം ജാഗരിക്കുവാൻ പറ്റുമോ അത്രയും സമയം പ്രാർത്ഥിക്കുന്നവനായി മാറുക, ഒരു പ്രാർത്ഥനാ പോരാളിയായി മാറുക, ഒരു വചന ധ്യാന പഠിതാവായി മാറുക എന്നുള്ളത് ഈ തന്ത്രത്തെ പൊളിച്ചു കളയുവാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു വെപ്പനാണ്, ആയുധമാണ് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ്. സ്തോത്രം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ശത്രുവിന്റെ അതിപ്രധാനമായ തന്ത്രങ്ങളിൽ ഒന്നാണ് 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോൾ അലറുന്ന സിംഹം പോലെ നമുക്ക് പ്രതിയോഗിയുണ്ട്, അത് പിശാചാണ്. അവൻ അലറുന്ന സിംഹമാണ്. ആരെ വിഴുങ്ങണം, ആരെയാണ് വിഴുങ്ങേണ്ടത് എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവന് റെസ്റ്റ് ഇല്ല. അവനെ സംബന്ധിച്ചിട്ട് അവൻ ചെയ്യുന്ന കാര്യം കൃത്യമാണ്, ഷാർപ്പാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് വിശ്വാസ ജീവിതത്തിൽ വന്നാൽ പടക്കളത്തിൽ പോർ പൊരുതാൻ വന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിലും അവനെ സംബന്ധിച്ചിട്ട് പോർ പൊരുതുന്ന സമയം വളരെ ചുരുക്കമായിരിക്കും. എന്നാൽ സ്വാഭാവികമായിട്ടും ഒരു വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, ഞായറാഴ്ച ഒരു സഭായോഗം, ഇതോടുകൂടെ തീരുന്നു അവന്റെ പോർക്കളത്തിലെ പോരാട്ടം എന്ന് പറയുന്നത്. പക്ഷെ ഒരു സത്താനെ സംബന്ധിച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവൻ ആരെ വീഴുന്നുണ്ടോ എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അവൻ അലർട്ടാണ് അവന്റെ വർക്കിൽ. അവന്റെ വർക്കിൽ വളരെ ഷാർപ്പാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം അവൻ നമ്മളെ പേടിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ അതിപ്രധാനമായ തന്ത്രങ്ങളിൽ ഒന്നാണ് പേടിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ ഈ പേടിയെ എങ്ങനെയാണ് ഒരു വിശുദ്ധൻ മാറ്റുക, വിശ്വാസി മാറ്റുക? ഇത് വിശുദ്ധ വേദ പുസ്തകത്തിൽ 365 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന അതിപ്രധാനമായ ഒരു സത്യമാണ് ഭയപ്പെടേണ്ട എന്നുള്ളൊരു വാക്ക്. വേദപുസ്തകം പരിശോധിച്ചു നോക്കും. 365 പ്രാവശ്യം, 365 ദിവസങ്ങൾ ഒരു വർഷം ഈ ഭൂമിയിലുണ്ടെങ്കിൽ 365 പ്രാവശ്യം ദൈവത്തിന്റെ വചനത്തിൽ, മാറ്റമില്ലാത്ത വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു വചനമാണ് ഭയപ്പെടേണ്ട. കാരണം ഭയപ്പെടുത്തുവാൻ അലറുന്ന സിംഹമായ പിശാചൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാചൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഭാവിപ്പാൻ തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. അവൻ ഭയപ്പെടുത്തും. നിന്നെ ഒന്നും ചെയ്യുവാൻ അവന് സാധിക്കത്തില്ല, നിന്നെ ഭയപ്പെടുത്തുവാൻ സാധിക്കും. യേശു കർത്താവ് കടലിന് മുകളിലൂടെ നടന്നു വരുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ ചോദിച്ചു, നീ യേശു കർത്താവാണെങ്കിൽ ഞാൻ ഈ വെള്ളത്തിന് മീതെ നടന്നു വരട്ടെ? യേശു പറഞ്ഞു, നീ പോര്, നീ ഇങ്ങ് നടന്നു പോര് എന്ന് പറഞ്ഞു. അവൻ നടക്കാൻ തുടങ്ങി. അവൻ കാല് ചവിട്ടി നടന്നു, സ്റ്റെപ്പ് വെച്ചു. പെട്ടെന്ന് കാറ്റും കോളും പേമാരിയും എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ പത്രോസിന്റെ ശ്രദ്ധയൊന്ന് തിരിഞ്ഞുപോയി. യേശുക്രിസ്തുവിനെ നോക്കുന്നതിന് പകരം അവൻ ഈ കാറ്റിനെയും കോളിനെയും ഒന്ന് നോക്കി അവൻ താഴ്ന്നു പോകുവാനായിട്ടിടയായിത്തീർന്നു. ശ്രദ്ധിച്ച്, പേടിപ്പെടുത്തുന്ന ചിലത് നമ്മുടെ ജീവിതത്തിൽ വന്നാലും യേശുക്രിസ്തുവിന്റെ വചനത്തിലേക്ക് നോക്കുവാൻ തയ്യാറാകണം.
യേശുക്രിസ്തുവിന്റെ വചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു വലിയ ധൈര്യമുണ്ട്. എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇത് പറഞ്ഞതാരാണ്? പ്രതിയോഗിയെ സൃഷ്ടിച്ചവനാണ്, പിശാചിനെ നിർമ്മിച്ചവനാണ്, പിശാചിനെ ഉണ്ടാക്കിയവനാണ് നമ്മളോട് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും. നോക്കി, 365 പ്രാവശ്യം തിരുവഴുത്തിൽ ഇതിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് പൈശാചിക ശക്തിയെ നമ്മൾ ഭയപ്പെടേണ്ടത്? അതിനെ പൊളിച്ചു കളയുക, അവന്റെ തന്ത്രത്തെ നമ്മൾ പൊളിച്ചു കളയുക. എന്ത് കാണിച്ചാണ് അവൻ നമ്മളെ ഭയപ്പെടുത്തുന്നത്? സാമ്പത്തിക ക്ലേശം കാണിച്ചാണോ? ശാരീരിക ക്ലേശം കാണിച്ചാണോ? മാനസിക ക്ലേശം കാണിച്ചാണോ? അവൻ നമ്മളെ എന്തിനാൽ ഭയപ്പെടുത്തുന്നുവോ അതിനെ നോക്കിക്കൊണ്ട് ധൈര്യത്തോടെ പറ, എന്നോട് പറഞ്ഞ ഒരുവനുണ്ട്, എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്, അവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനായതുകൊണ്ട് നീ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒന്നിനെ കുറിച്ചും ഞാൻ ഭയപ്പെടുവാൻ തയ്യാറല്ല. കാരണം എന്നോട് പറഞ്ഞവൻ, എല്ലാത്തിനും മീതെ ഉയർന്നവനായ, ശാശ്വതവാസിയായ, ജീവനായ, ജീവിക്കുന്നവനായ, സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ ഒരു വചനത്തിനകത്ത് ഉറച്ചു നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുവാൻ തയ്യാറാകുക. ശത്രുവിന്റെ തന്ത്രത്തിൽ എന്നെ ഭയപ്പെടുത്തുവാൻ ചിലത് അവൻ മെനയുമ്പോൾ അതിനെ നോക്കി ഭയപ്പെടുവാനല്ല. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, മോശെ, നിന്റെ കയ്യിൽ വടിയുണ്ട്, നീ ആ ചെങ്കടലിന്റെ വിഭാഗിക്ക് അതിന്റെ നടുവിലൂടെ നടന്നു പോകുവാൻ. പത്രോസേ, ഈ വെള്ളത്തിൽ നീ താഴ്ന്നു പോകുവാനല്ല, നീ വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോകാൻ അത്രേ എന്റെ ദൈവം നിന്നെ കരം പിടിച്ചിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഇത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിനകത്ത് നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ ശത്രുവിന്റെ തന്ത്രങ്ങളെ കുറിച്ച് ദൈവം പഠിക്കുവാൻ നമുക്ക് ഇടതരുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനി അതിപ്രധാനമായിട്ടുള്ള മറ്റൊരു തന്ത്രമാണ്, പൈശാചിക തന്ത്രമാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകും. ഹല്ലേലൂയ. അവൻ സാത്താൻ വന്ന് എന്ത് ചെയ്യുന്നു? ഹൃദയങ്ങളിൽ വിതക്കപ്പെട്ട വചനം എടുത്തു കളയുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു വ്യക്തിയുമായി സുവിശേഷം പറയുന്നു, നമ്മളൊരു വ്യക്തിയുമായിട്ട് സുവിശേഷ വചന അല്ലെങ്കിൽ സുവിശേഷവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വ്യക്തിയുടെ രക്ഷയുമായി ബന്ധപ്പെട്ട ന്യായവിധിയെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹം ഇതൊക്കെ ഉൾക്കൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി അദ്ദേഹം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാമെന്നുള്ള ആ മൂവ്മെന്റ് വരെ എത്തി നിൽക്കുമ്പോൾ ഈ വചനം വിതച്ച ഹൃദയത്തിനകത്തേക്ക് ആരും സാത്താൻ വരും. എന്നിട്ട് നമ്മൾ വിതച്ചതൊക്കെ അവൻ മറവിപ്പിച്ച് കളയും. എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ അതിപ്രധാനമായ തന്ത്രങ്ങളിൽ ഒന്നാണ് മറവിയെ കൊണ്ടുവന്ന് തരിക. ഞായറാഴ്ച സഭായോഗത്തിന്റെ നടുവിൽ വചനം ശുശ്രൂഷിക്കുന്നു, വചനം അതിശക്തമായി ദേവദാസന്മാർക്ക് ഒഴിച്ചു തരുന്നു. ഉച്ച കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുന്നു. ഒരു 2 മണി 3 മണി വരെയൊക്കെ ആ വചനം നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും. എന്നാൽ 4 മണി 5 മണിയോടെയൊക്കെ ആകുമ്പോൾ ശത്രു ഈ പറഞ്ഞ വചനത്തിൽ നിന്ന് പലതും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് മായ്ച്ചു കളയുവാനിടയായിത്തീരും. അതുകൊണ്ട് കേൾക്കുന്ന വചനം അതിശ്രദ്ധയോടുകൂടി ജാഗരിച്ച് ഏറ്റെടുക്കണം, എഴുതി വെക്കണം. അത് അടുത്ത ദിവസങ്ങളിലും പിന്നീടും ധ്യാനിക്കണം എന്ന് പറയുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ഈ വചനങ്ങളെ ശത്രു എടുത്ത് കളയുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മറവി വരുത്തുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവന്റെ വലിയ തന്ത്രമാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് കിട്ടുന്ന വചനങ്ങളെ എഴുതി വെച്ച് അത് വീണ്ടും ധ്യാനിച്ച് ശക്തി പ്രാപിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ദൈവ പൈതൽ അവൻ ഒരുക്കമുള്ളവനായി മാറണം. അവൻ ആ പ്രവൃത്തിയിൽ ഇടപെടുമ്പോൾ അവനെ സംബന്ധിച്ച് അവൻ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. പൈശാചിക തന്ത്രത്തോട് മറുതലിക്കുവാൻ അവന് ശക്തി, ദൈവം കൃപ നൽകുമെന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. കാരണം ദൈവത്തിന് മാറ്റമില്ലാത്ത വചനമാണ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വചനം നമ്മളിൽ ക്രിയ ചെയ്യും, ആ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തും, ആ വചനം നമ്മളെ ശക്തീകരിക്കും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അപ്പോൾ ഇന്ന് ഈ പകൽക്കാലം നമ്മൾ ധ്യാനിച്ച വിഷയങ്ങൾ എന്ന് പറയുന്നത് ശത്രുവിന്റെ തന്ത്രങ്ങൾ, പൈശാചിക തന്ത്രങ്ങളെ കുറിച്ച് അറിവുള്ളവരാണെങ്കിൽ മാത്രമേ ഈ പോർക്കളത്തിൽ നമുക്ക് നന്നായി സക്സസ് ആവാൻ സാധിക്കത്തുള്ളൂ, നന്നായി വിജയിക്കുവാൻ സാധിക്കത്തേയുള്ളൂ. എന്നോട് ചേർന്ന് ഈ വചനം മുഴുവനും കേട്ട എല്ലാ ദൈവമക്കൾക്കും വാസ്തവമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വാസ്തവമായി പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദൈവവചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാം. പരിശുദ്ധനായ പിതാവേ, നല്ലവനായ അപ്പ, തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നപ്പ. കർത്താവെ, ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ കർത്താവെ ഞങ്ങൾ വായിച്ചതുപോലെ അവിടുത്തെ സർവായുധ വർഗം കർത്താവെ ധരിക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് കൃപ നൽകുമാറാകണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ
തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ എതിർത്ത് നിൽപ്പാനുള്ള ദൈവശക്തി കർത്താവ് ഞങ്ങളിൽ വ്യാപരിക്കുമാറാകണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളെ എഴുതി വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കർത്താവ് ഞങ്ങൾ അവസാനം വായിച്ചതുപോലെ ശത്രു ഇത് മറപ്പിച്ചു കളയുവാൻ, കർത്താവ് ഇത് മറന്നു കളയുവാൻ ഇടയാക്കരുത് എന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടവർ കർത്താവ് ഈ വചനങ്ങളെ എഴുതി വെച്ചുകൊണ്ട് കർത്താവ് വീണ്ടും വീണ്ടും ധ്യാനിച്ച് ദൈവസന്നിധിയിൽ അവർ ശക്തീകരിക്കപ്പെടുവാൻ, ശത്രുവിന്റെ തന്ത്രങ്ങളെ കുറിച്ച് എപ്പോഴും അവർ അലർട്ടായിരിക്കുവാൻ ദൈവം ഇടയാക്കുമാറായിരിക്കണമെന്ന് ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, എന്നെ ഈ വചനം കേട്ട എല്ലാ ദൈവമക്കളെയും ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും തന്നെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാനും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്നും പുകഴുവാനല്ല കർത്താവെ, ഒന്നും പുകഴുവാനല്ല, എല്ലാം അവിടുത്തെ നാമമഹത്വത്തിനായി തീരണമെന്ന് ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം കർത്താവെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും ആരാധനയും അവർ നൽകണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഈ ഒരു വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.